ഹലോ, അപ്പം ഇന്ന് നമുക്ക് വീട്ടിലെ പഴയൊരു ടേബിളൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ? ഇതാണ് കേട്ടോ എൻ്റെ ടേബിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വളരെ പരിതാപകരമാണ്. കണ്ടതാകെ തുരുമ്പിടിച്ച് ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനെടുത്ത പെയിൻ്റാണിത്. പിന്നെ വാൾപേപ്പറുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഇത് ഇന്ത്യക്കാരൻ്റെ 2-3 ദിവസത്തെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. പക്ഷെ അവസാനത്തെ ലുക്ക് കണ്ടപ്പോൾ ചെയ്ത പണിക്കൊക്കെ വർത്തിട്ടാണ് കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലത്തെ ഒരു ടേബിൾ. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, ദിവസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കണമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. 250 രൂപേൻ്റെ താഴെ എനിക്ക് ഇതിന് ചിലവായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമുക്ക് ആര് വന്നാലും നമ്മളൊന്ന് നമ്മളെ വീട്ടിലൊന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഉപകരണമായിട്ട് നമ്മൾ ആ ടേബിൾ മാറും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പൊതുവേ എനിക്കും ഇക്കാക്കും ഇങ്ങനത്തെ അൽക്കുലത്ത് പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ പെയിൻ്റ് അടിക്കൊക്കെ ഇറങ്ങി. അപ്പോൾ പെയിൻറ്റ് നമ്മൾ അടുത്തുള്ള കടയിൽ നിന്നും വാൾപേപ്പർ മീഷോന്നാട്ടോ വാങ്ങിയത്. അപ്പോൾ ഇരുന്ന് പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞ് ഇനി ആൾ കിടന്നിട്ടൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇതിന് പെയിൻറ്റ് ഉണങ്ങിയിട്ട് ഞാൻ 2ാമത്തെ കോട്ട് ഇക്കയാണ് അടിച്ചത്. പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് അതിൻ്റെ മേലേക്ക് വെച്ചപ്പോൾ തന്നെ എന്തൊക്കെ ഒരു നല്ലൊരു ലുക്കൊക്കെ തോന്നി. ഇനി മുതൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ആളെൻ്റെ നെയ്ബർ കം റിലേറ്റീവാണ്. അങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ചു. അത് നല്ല ഡിഫിക്കൽട്ടാട്ടോ. വാൾപേപ്പർ ഒട്ടിക്കാൻ നല്ല ഡിഫിക്കൽട്ട്. നമ്മൾ വിചാരിക്കും ജസ്റ്റ് ആ ഗമ്മണ്ട് ഇളക്കിയിട്ട് വലിച്ചാൽ പോരെ, ഇതിപ്പോൾ ഒട്ടൂലേന്ന്. പക്ഷെ നല്ല എയർ ബബിൾസ് കുടുങ്ങും. അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എൻ്റെ ഇതൊരു ചെറിയ ടേബിളാണ്. അപ്പോൾ ടേബിളിന് പാകമാണ് ഇപ്പോൾ ഈ റോള്. അല്ലെങ്കിൽ വലിയ ടേബിളാണെങ്കിൽ 2 റോളൊക്കെ വേണ്ടി വരും. ഫൈനൽ ലുക്കിന് മുന്നേ നമുക്ക് പഴയ ടേബിൾ ഒന്നുകൂടി കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.